ഇപ്പോൾ ലാലി വിൻസന്റെ വീട്ടിൽ അവിടെ ഇഡി റെയ്ഡ് നടക്കുന്നുണ്ട്. അവിടെ നിന്നും ബിനിൽ നമ്മുടെ പ്രതിനിധി ഒപ്പം ചേരുന്നു. ബിനിൽ, റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണോ? വിശദാംശങ്ങൾ എന്താണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ലാലി വിൻസെന്റിന്റെ വീട്ടിലാണുള്ളത്. അതായത് അവർ മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. അവരുടെ ഓഫീസും ഈ മറൈൻ ഡ്രൈവിലെ ആർമി ഫ്ളാറ്റിൽ തന്നെയാണുള്ളത്. ആ ഫ്ളാറ്റ് റൂമിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുള്ളത്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന വ്യാപകമായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനകൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിലും അടക്കം ഇഡിയുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 12ഓളം ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നത്. ലാലി വിൻസെന്റ് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിസ്ഥാനത്തുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലാലി വിൻസെന്റിന്റെ ഓഫീസാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് കൊച്ചിയിലെ ആർമി ഫ്ളാറ്റിലാണ് അവർ താമസിക്കുന്നത്. ഇവിടെ തന്നെയാണ് അവരുടെ ഓഫീസും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഫ്ളാറ്റിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യം ഒരു വാഹനത്തിൽ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. പിന്നീട് മറ്റൊരു വാഹനം കൂടി ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അനന്തു കൃഷ്ണനൊപ്പം കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ലാലി വിൻസെന്റ് പ്രതിയായിട്ടുള്ളത്. 46 ലക്ഷം രൂപയാണ് ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലേക്ക് അനന്തു കൃഷ്ണൻ നൽകിയിരിക്കുന്നത്. ഇത് വക്കീൽ ഫീസാണ് എന്നതാണ് ലാലി വിൻസെന്റിന്റെ വാദം. ഹൈക്കോടതിയിലടക്കം മുൻകൂർ ജാമ്യം ഹർജി നൽകിയാണ് ഇപ്പോൾ ലാലി വിൻസെന്റ് മുന്നോട്ട് പോകുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ പരിശോധനയിലേക്ക് ഇഡി കടന്നിരിക്കുന്നു. ECIR രജിസ്റ്റർ ചെയ്ത് ഉടൻ തന്നെ തുടർ നടപടികളിലേക്ക് അവർ പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് 12 ഇടത്ത് സംസ്ഥാന വ്യാപകമായ പരിശോധനകൾ നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പാതിവില തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലീസിന്റെ FIRന്റെ ചുവട് പിടിച്ചാണ് ECIR രജിസ്റ്റർ ചെയ്തത്. ഇതിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നുണ്ടോ എന്നത് തന്നെയാണ് ഇഡി പരിശോധിക്കുന്നത്. കാരണം സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ഫ്ളാറ്റിൽ തന്നെയാണ് ഈ ലാലി വിൻസെന്റ് ഉള്ളത്. ആ ഫ്ളാറ്റിലാണ് ഇപ്പോൾ ഇഡിയുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ബിനിൽ, മറ്റൊരു കാര്യം, ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇഡി റെയ്ഡ് നടക്കുമ്പോൾ നേരത്തെ തന്നെ ആരോപണം ഉന്നയിക്കപ്പെട്ടവരാണ് ഇവർക്കെതിരെ, ഈ ലാലി വിൻസെന്റ് അടക്കമുള്ളവർക്കെതിരെ. അങ്ങനെയെങ്കിൽ രേഖകൾ ഇതിനോടകം തന്നെ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അതവിടെ നിന്ന് നീക്കാനൊക്കെ ഇവർക്ക് സമയം ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ നടക്കുന്ന ഈ റെയ്ഡ് അതൊരു പ്രഹസനം മാത്രമായി മാറുമോ? ഇതുമായി ബന്ധപ്പെട്ട അപ്രതീക്ഷിത നീക്കം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്ര പെട്ടെന്നൊരു റെയ്ഡ് ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഈ റെയ്ഡ് പ്രധാനപ്പെട്ടതാണ്. ആ റെയ്ഡിലൂടെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക രേഖകൾ കണ്ടെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇഡി വലിയ പരിശോധനകളിലേക്ക് കടന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ലാലി വിൻസെന്റ്. അവർ KPCCയുടെ ഉപാധ്യക്ഷ വരെ ആയിരുന്നതാണ്. അത്തരത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരാൾക്കെതിരെ കൂടി ഇഡിയുടെ നടപടി വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിലാണ് ഇത് സംബന്ധിച്ച പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. മറ്റെവിടെയൊക്കെയാണ് ഒരേ സമയം പരിശോധന നടക്കുന്നത്? എത്ര ഉദ്യോഗസ്ഥരാണ് പരിശോധനയിൽ പങ്കെടുക്കുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് ഈ റെയ്ഡിൽ പങ്കെടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പരിശോധന ഇപ്പോൾ തുടരുകയാണ്. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ ഫ്ളാറ്റിനുള്ളിൽ തന്നെയാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ റെയ്ഡിന് ശേഷം വിശദീകരിക്കുകയും ചെയ്യും. ഇഡി ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് നടക്കുകയാണ്. 12 ഇടങ്ങളിലാണ് റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്. ആനന്ദകുമാറിന്റെയും ലാലി വിൻസെന്റിന്റെയും വസതികളിലടക്കം റെയ്ഡ് പുരോഗമിക്കുകയാണ്. വളരെ പെട്ടെന്നുള്ള ഒരു റെയ്ഡാണ്. അതുകൊണ്ട് തന്നെ നിർണായകമായ വിവരങ്ങൾ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ റെയ്ഡിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങളാണ് ബിനിൽ നൽകുന്നത്.
ബിനിൽ, രാഷ്ട്രീയമായി വളരെ പ്രാധാന്യം ഈ സംഭവത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും വളരെ നിർണായകമായ കാര്യങ്ങളിലേക്ക് ഇത് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനെന്ന് തോന്നുന്നു. കാരണം ലാലി വിൻസെന്റിനെ പോലെ ഒരാൾ ഈ കേസിൽ വന്നുപെടുന്നു. ഒപ്പം മറ്റ് വിവിധ പാർട്ടികളിൽ ഉൾപ്പെട്ടവർക്ക് BJPക്കും ഒക്കെ ഇതിൽ പങ്കുള്ളതായി നമുക്ക് അറിയാൻ സാധിക്കുന്നു. അതിലേക്കൊക്കെ അന്വേഷണം നീളുകയല്ലേ വേണ്ടത്? ആ തരത്തിലേക്കുള്ള ഒരു അന്വേഷണമാണോ ഇപ്പോൾ നടക്കുന്നതും? ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഇടി പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിലൊക്കെ തന്നെ റെയ്ഡ് നടത്തുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, വലിയ തോതിൽ സ്ത്രീകൾ വഞ്ചിക്കപ്പെട്ട ഒരു കേസാണിത്. കാരണം 10-35,000-ലധികം സ്ത്രീകൾ വഞ്ചനയ്ക്കിരയായ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ആ കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ 108-ാം നമ്പർ മുറിയിലാണ് ലാലി വിൻസെന്റ് താമസിക്കുന്നത്. അതായത് 108-ാം നമ്പർ ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന അടക്കം നടക്കുന്നത്. ശരി ബിനിൽ,